പൈസ കുറേ കിട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറും എന്നൊക്കെ വെറുതെ വിചാരിക്കുകയാണ്. പൈസയൊന്നുമല്ല, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആണ്. ഇപ്പം ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ 20-നും 30-നും ഇടയിലുള്ള ആളുകൾ ഇന്ന് മരിക്കും. കേരളത്തിൽ ഒരു ദിവസം 30 പേര് മരിക്കുന്നുണ്ട് ആക്സിഡൻ്റായിട്ട്. 30 പേര് മരിക്കുന്നുണ്ട്. ഈ ജില്ലയിൽ 2-3 പേര് ഇന്ന് രാവിലെ ജോലിക്കേണ്ട ഇറങ്ങുകയാണ്, തിരിച്ച് വരുന്നത് മരിച്ചിട്ടാണ്. നമ്മൾ ആരുമാവാം അത്. അങ്ങനെ ചിന്തിച്ചാൽ മതി, നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും കൂടുതൽ സന്തോഷിക്കാനുള്ള ഒരു കരുത്ത് കിട്ടും. മരിച്ചാൽ തീർന്നില്ലേ. എൻ്റെയൊക്കെ ഏറ്റവും വലിയ ധൈര്യം നമ്മൾ മരിക്കും എന്നുള്ള ചിന്തയാണ്. മരിച്ചു പോയാൽ തീർന്നില്ലേ. പക്ഷെ നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പ് ഈ ലോകത്ത് എന്തെങ്കിലും ഒരു അടയാളം ബാക്കി വയ്ക്കണം. കുറേ പേരെ സ്നേഹിച്ചിട്ടെങ്കിലും കുറേ ചെയ്തിട്ടെങ്കിലും ബാക്കി വെക്കണം. ചെയ്യുന്ന വർക്കിൽ ആത്മാർത്ഥമായിട്ട് പടച്ചവനെ പേടിച്ചിട്ട് വർക്ക് ചെയ്ത് നോക്കിയേ, റിസൾട്ട് ഉണ്ടാവും. എന്നെങ്കിലും വരും. ആ റിസൾട്ട് എന്നെങ്കിലും വരും. ഇപ്പോൾ ബനാനെ ഒരു പൂ തരാമോ എന്ന് പറഞ്ഞ പാട്ട് പാടിയ ഒരു പയ്യൻ വൈറലായില്ലേ. 2018 മുതൽ അവൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുത്തരും കണ്ടിട്ടില്ല. 2024 അവനൊരു സന്ദർഭം ശരിക്കും വന്നത് കണ്ടില്ലേ. ഈ വയ്യാത്ത കുട്ടികളാണ്, എന്തായാലും പറയാം, നമ്മുടെ പാരലൈസ്ഡ് ആയിട്ടുള്ള ചലഞ്ചിലായിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരു പെൺകുട്ടി അവനെങ്ങനെ നോക്കുന്നതും ഒക്കെ കൂടിയിട്ട് അവനോട് ഫേമസ് ആയി. ഒറ്റ രാത്രിയിൽ തിരിഞ്ഞ് വെളുത്തപ്പോൾ ആള് ദുബൈക്ക് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് ഫേമസ് ആയിട്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, സുഖമായിട്ട് ഉറക്കുക. ശമ്പളം കുറേ കൂടുതൽ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടുന്നതാണ് വിചാരം. 75,000 കോടി രൂപ ഉണ്ട് ആരുടെ യൂസഫ് അലി സാഹിബിൻ്റെ കയ്യിൽ. അദ്ദേഹത്തിന് പൈസ കൊണ്ടുള്ള സന്തോഷം ഇനി ജീവിതത്തിൽ കിട്ടാനില്ല. അയാൾ പെട്ടു. ഏറ്റവും നല്ല കാറ്, നമ്മുടെ നാട്ടിൽ കൂടെ ഏറ്റവും വില പിടിച്ച കാറ് റോൾസ് റോയ്സ് ആയിരിക്കും, അത് അദ്ദേഹത്തിനുണ്ട്. പിന്നെ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിച്ചിട്ടുള്ള സന്തോഷം ഇനി അയാൾക്ക് കിട്ടാനില്ല. കാരണം സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉണ്ട്, പ്രൈവറ്റ് ജെറ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, ഹെലികോപ്റ്റർ ഉണ്ട്. പിന്നെ ലണ്ടനിലെ ഏറ്റവും വലിയ ഹോട്ടലാണ്, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. ഹയാത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. ഇനി 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ടോ 7 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ടോ അയാൾക്കൊരു സന്തോഷം കിട്ടാനില്ല. അയാൾക്ക് ഇപ്പോഴുള്ള സന്തോഷം എന്താ പറയുക, കൊടുക്കുക എന്നുള്ള, കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കൊടുക്കുക എന്നുള്ള സന്തോഷം. അയാൾ പൈസ ഉണ്ടാക്കേണ്ട സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ അയാൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. 1 കോടി രൂപ അവിടെ, 50 ലക്ഷം അവിടെ, 2 കോടി കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുള്ളൂ. നമുക്ക് പൈസ ഉണ്ടാക്കാനുണ്ട്, ജീവിതം ബാക്കിയുണ്ട്. നമ്മൾ പലരും ഈ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിച്ചിട്ടില്ല, ഉണ്ടോ? റോൾസ് റോയ്സ് കാണുന്നു എന്നല്ലാതെ വേണമെങ്കിൽ അതിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി തരും അല്ലേ. അപ്പോൾ കുറേ ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ സന്തോഷം ഉണ്ടാവും. സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലാണ് സന്തോഷം കൊടുക്കാൻ പറ്റുള്ളൂ. കസ്റ്റമറായിട്ട് സന്തോഷം. ഒരു കസ്റ്റമർ വന്ന് ഒരു ഫാമിലി കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ മംഗലം എന്നല്ലേ പറയാം അവിടെ, മംഗലത്തിന് ഡ്രസ്സ്, ജ്വല്ലറിയിൽ വന്ന് ഒരു 4-5 മണിക്കൂറൊക്കെ പർച്ചേസ് ചെയ്ത് അവസാനം 100 പവനോ മറ്റോ അങ്ങോട്ട് കൊടുത്ത് അവരങ്ങോട്ട് സന്തോഷത്തോടു കൂടി പോകുമ്പോൾ നമുക്കൊരു ഫീലിംഗ് അക്കംപ്ലിഷ്ഡ് ഉണ്ടാവാറില്ലേ. ആ അറ്റൻഡ് ചെയ്ത ആ സെയിൽസ് ഗേൾസിനും ഇല്ലേ. കാർ ഇറക്കുമ്പോൾ, കാറ് കൊണ്ടുപോകുമ്പോൾ ആ കാറിൻ്റെ സെയിൽസ്മാന് കിട്ടുന്നത് അത് തന്നെയാണോ, ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര കാറ്, വീട്, സ്വർണം, ഈ 3 സംഗതിയും ഇമോഷനുമായി ബന്ധപ്പെട്ടതാണ്. ആ ഉമ്മയുടെ കാലത്തുള്ള ആ സ്വർണ്ണം ഇങ്ങനെ കൈമാറ്റം ചെയ്ത് കൊടുക്കുന്ന സീന്, സ്വർണ്ണ ഒരു സുരക്ഷിതത്വം കൂടിയാണ്. വലിയ കാര്യം നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഉത്തരവാദിത്വ ബോധം നമുക്കൊക്കെ ഉണ്ട്, നമുക്കൊക്കെ ഉണ്ടാവണം. ഓക്കെ അല്ലേ? അപ്പോൾ ആ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുക, അത് കണ്ണിലുണ്ടാവുക, അത് അവർക്ക് കൊടുക്കുക. ഓൾറൈറ്റ്.